അല്ല ഇതെവിടെ പോയി? മെസ്സേജ് ഇട്ടിട്ട് കാണുന്നില്ലല്ലോ. ഇക്കോ ഈ ജൊച്ചയിടേണ്ട പത്തോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കുറെ നേരം നിങ്ങളെ കാത്തിരിക്കണേ. അതിന് ഞാൻ എങ്ങോട്ട് പോയില്ല പത്തോ. ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ഇച്ചിരി സമയമായി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിനാ? ഞാൻ കഴിച്ചു വന്നേ ഉള്ളൂ. ഇപ്പൊ ഇജ്ജ് കഴിച്ചിനാ? ഞാൻ കഴിച്ച്. എന്നിട്ട് നിങ്ങൾ കാത്തിരുന്നതാ അല്ലേക്കോ? നിങ്ങൾക്ക് വേറെ കാമുകേനാ? ദേ പത്തോ, ഇജാളെ മക്കാറാക്കല്ലേ. ഉള്ളൊരു വർത്താനം എന്ത് ഇപ്പൊ എങ്ങനെ ചോദിച്ച്? അല്ല നിങ്ങൾ സന്തോഷം കണ്ടിട്ട് ചോദിച്ചതാ. എന്റെ സന്തോഷം ഇപ്പൊ എന്നെ കണ്ടപ്പോ ഉണ്ടായതാ പത്തോ. എന്നാൽ നിങ്ങൾക്ക് വേറെ കാമുകയായോ? പത്തോ, ഇജ്ജിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അല്ല, ഇജ്ജിപ്പം 2 ദിവസമായിട്ട് ഇതന്നെയല്ലേ ചോദിക്കുന്നത്. എന്താ കാര്യമെന്ന് പറ. അല്ല നിങ്ങൾ എന്നെ പോലെ ഒരു പെണ്ണിനെ എങ്ങനെ സഹിക്കുന്നേ? അതെന്താ പാത്തു അങ്ങനെ ഒരു വർത്താനം? ഇത്രയും കാലമായിട്ട് എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടായാ? അങ്ങനെയൊന്നല്ലിക്കോ. എന്നാലും ഒരെന്നാലുമില്ല. നീ കാര്യം പറ പാത്തു. അല്ല നിങ്ങൾക്ക് എന്നെ ശരിക്കും കാണാൻ കിട്ടുന്നില്ല, സംസാരിക്കാനും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് അതിന് റീപ്ലൈ ഞാൻ മണിക്കൂറുകൾ കഴിഞ്ഞിടുന്നത്. ഒരു ഫോട്ടോ പോലെ ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പെണ്ണിന് എങ്ങനെ സഹിക്കുന്നു? എൻ്റെ പാത്തു, ഞാൻ നിന്നെ പ്രണയിച്ചത് ഒന്നും മോഹിച്ചല്ല. നിന്റെ നന്മയുള്ള ഹൃദയം അതാണ് ഞാൻ കണ്ടത്. അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നും വീഡിയോ കോൾ കാണുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഫോട്ടോ കാണുന്നതോ അല്ല പ്രണയം. അതിനപ്പുറം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സുണ്ട് എന്ന് പറയുന്ന സാധനം, അതാണ് വേണ്ടത്. എന്തെക്കോ ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങളെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം പിന്നെ തല്ലുണ്ടാക്കാനല്ലേ? എൻ്റെ പാത്തു ആ വല്ലാത്ത ജാതി. നിങ്ങൾക്ക് അങ്ങനെ പോതെയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ ഇങ്ങനെയാ എന്നും. നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ എന്തിയാ? എൻ്റെ പാത്തു ഇങ്ങനെ തന്നെ ആയാൽ മതി എന്നും. എനിക്ക് അങ്ങനെ ഒരു പൂതി ഇതുവരെയും ഉണ്ടായിട്ടില്ല. എനിക്ക് എല്ലാമായിട്ട് എൻ്റെ പാത്തു ഉണ്ടാകുമ്പോൾ എന്തിനാ വിറക്കാമുകി? അതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ SM അങ്ങ് കൊഞ്ചിക്കയാ നിൽക്കണ്ട. എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തരുടെ ഒലിപ്പിക്കലും അത് കേട്ട് ചിരിക്കങ്ങളും. അല്ലോ എൻ്റെ പാത്തു, ഞാൻ ആരോട് കൊഞ്ചാൻ നിൽക്കാറില്ല. യൂട്യൂബിൽ പിന്നെ നല്ല കമൻസ് നല്ല റീപ്ലൈ കാണുമ്പോൾ അങ്ങ് സപ്പോർട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഞാൻ നല്ല കുട്ടിയല്ലേ. ഞാൻ ആ പഴയ ആള് തന്നെ. അതൊക്കെ എനിക്കറിയാം. നല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂക്കോ. നിങ്ങളെ വേറെ ആര് കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് എന്നെ വേറെ ആരും സ്നേഹിക്കുന്നത് എനിക്കും ഇഷ്ടമില്ല. എൻ്റെ പാത്തു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാ വിറക്കാമുകി? ഇജ്ജ് മതി എനിക്കെന്നും. പിന്നെ എപ്പോഴും വിളിക്കാനും മെസ്സേജ് ഇടാനും പറ്റാത്തത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല പാത്തു, എനിക്ക് എന്നോട് ഒരിക്കലും ദേഷ്യം വരില്ല. നിന്റെ സാഹചര്യം എനിക്ക് നന്നായി അറിയുന്നുള്ളൂ. നീ നന്നായിട്ട് ഇരുന്നാൽ മതി എന്നും. നമ്മുടെ പ്രണയം നമ്മളിൽ ഒതുങ്ങി നിന്നാൽ മതി എന്നും. എന്നാ ശരി, ഞാൻ പോയിട്ടാ. പിന്നെ വരാം. I love you. ശരി, മെസ്സേജ് ഇടണേ. ലവ് യു ടു.